നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജ്കുമാർ പ്രഭു. ഞാൻ ശ്രീ രാധാഗോവിന്ദ് ആയുർവേദ ചികിത്സാലയയിലെ ജനറൽ സർജനാണ്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്ന് പറഞ്ഞാൽ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്. ഇപ്പോൾ എല്ലാവരും എന്ത് സാറേ, ഇപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാരല്ലേ, ഇപ്പോൾ 6 പാക്കൊക്കെ ആയിരിക്കും, പെട്ടെന്ന് ആൾ കുഴഞ്ഞു വരിക്കുന്നു. അതേപോലെ നല്ല തടിയുള്ള ആൾ, തടി എന്ന സെൻസ് വണ്ണത്തടിയല്ല, സാധാരണ രീതിയിൽ ഇത്തിരി തടിയുള്ള ആളൊക്കെ അയാൾ ചിലപ്പോൾ 100 വയസ്സിൽ ജീവിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? കുറച്ച് നമ്മളെ ഈ എന്താ പറയുക, നമ്മുടെ തലവരാന്ന് പറയാം. പക്ഷെ കൂടുതലും ഈ സ്വസ്ഥൻ എന്ന് പറയുന്നതിൻ്റെ പരിഭാഷയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആയുർവേദ പ്രകാരം ഈ സ്വസ്ഥൻ എന്നുള്ള ആ വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സമദോഷം, സമാഗ്നിശ്ച, സമധാതുമലക്രിയ, പ്രസന്ന, ആത്മ ഇന്ദ്രിയ മനഃ, സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമദോഷം. അപ്പോൾ നിങ്ങൾക്കറിയാം ആയുർവേദത്തിൽ 3 ദോഷങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വാദം, പിത്തം, കഫം. അപ്പോൾ ഈ 3 ദോഷങ്ങളെയും അതിൻ്റെ സമമായിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സമദോഷം. സമാഗ്നി എന്ന് പറഞ്ഞാൽ, സമാഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സമധാതു മലക്രിയ എന്ന് പറഞ്ഞാൽ, സമധാതു എന്ന് പറഞ്ഞാൽ നമ്മുടെ 7 ധാതുക്കളാണ് പറഞ്ഞത്. രസ, രക്തം, മാംസം, മേധോ, അസ്ഥി, മജ്ജ, ശുക്രം. ഇങ്ങനെ 7 ധാതുക്കളാണ് നമ്മുടെ ശരീരം. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക മെറ്റബോളിസം കറക്റ്റ് ആക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഫർദർ വീഡിയോസിലൊക്കെ നമുക്കതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മലക്രിയ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു എലിമിനേഷൻ ഓഫ് ഫീസസ് ആസ് വെൽ യൂറിൻ ആൻഡ് ഓൾ ദ ബോഡി വേസ്റ്റസ്, അതാണ് നമ്മുടെ ബോഡി വേസ്റ്റെല്ലാം കറക്റ്റായിട്ട് നമുക്കത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുക മാത്രമാണോ ഒരു സ്വസ്ഥന ലക്ഷണം എന്ന് പറഞ്ഞാൽ അല്ല. ഇതിൻ്റെ കൂടെ പ്രസന്ന, ആത്മ ഇന്ദ്രിയ മനഃ, നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മൾ സന്തോഷിപ്പിക്കണം, ഇല്ല അതിനെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാൽ മാത്രമാണ് നമ്മളൊരു സ്വസ്ഥൻ എന്ന് പറയാം. അല്ലാണ്ട് നമ്മൾ ഫിസിക്കലി ഫിറ്റാണ്, അതായത് നമുക്ക് മെൻ്റൽ സ്ട്രെസ്സും അതേപോലെ ഒരുപാട് മെൻ്റൽ ട്രോമാസൊക്കെ ഉണ്ടെങ്കിൽ അയാൾ സ്വസ്ഥനല്ല. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രോപ്പർ, ഇല്ലെങ്കിൽ അവർ ഈ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് അവനെ സ്വസ്ഥൻ എന്ന് നമ്മൾ പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.